ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. ആദ്യത്തെ പടം 1987 പുറത്തിറങ്ങിയ ഫേറ്റൽ അട്രാക്ഷനാണ്. നഗ്നതാ പ്രദർശനമുണ്ടെങ്കിലും പൂർണ്ണമായിട്ടില്ല. കുടുംബവുമായി ജീവിക്കുന്ന ഒരാൾ ഒരു ദിവസം ഒരു സുന്ദരിയുമായി കള്ളവെടി നടത്തുകയും പിന്നീട് ആ പെണ്ണ് അവനെ ഫോളോ ചെയ്ത് വീണ്ടും ചില കലാപരിപാടികൾ നടത്തുന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഇതൊരു ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ചിത്രമാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്നറിയുവാൻ പ്രേക്ഷകരെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിരുത്തും. ഇതിൻ്റെ ക്ലൈമാക്സ് അപ്രതീക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഈ പടവും കൂടി ഒന്ന് കാണുവാൻ ശ്രമിക്കൂ. ഇത്രയും കിടുവായ ഭാര്യ ഉണ്ടായിട്ടും എന്തിനാണ് അവൻ കള്ളവെടി വയ്ക്കാൻ പോയത് എന്ന സംശയം ഇതിൽ എല്ലാവർക്കും തോന്നും. അടുത്ത പടം 1975 പുറത്തിറങ്ങിയ സാത്താനിക്ക പാൻഡിമോണിയമാണ്. ഒരു കന്യാസ്ത്രീ സാത്താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ സിനിമ പറയുന്നത്. വളരെയധികം സുന്ദരിയായ ഒരു കന്യാസ്ത്രീയായിരുന്നു സിസ്റ്റർ ലൂസിയ. അവൾ അറിയാതെ സാത്താൻ്റെ മായാവലയത്തിൽ വീണ് സാത്താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷം അവൾക്ക് പലരുമായി ആസക്തി തോന്നുന്നു. ആ ആസക്തിയിൽ നിന്നുണ്ടാവുന്ന ചില പരിപാടികളാണ് ഈ സിനിമയിലെ കേന്ദ്ര വിഷയം. സിസീലിയ പേസറ്റ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും നഗ്നത പ്രദർശനമുണ്ട്. അടുത്തത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റായ കാലിഗ്വയാണ്. 1979 പുറത്തിറങ്ങിയ പടമാണ് എന്ന് കരുതി തള്ളിക്കളയാൻ വരട്ടെ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നഗ്നതയുടെ ആറാട്ടാണ്. ഇൻസെസ്റ്റ് രംഗങ്ങളും ഈ ചിത്രം തുറന്നു കാണിക്കുന്നു. ഇതിൽ ഒരു കേന്ദ്ര കഥാപാത്രമെന്ന് ആരെയും പറയുവാൻ സാധിക്കുകയില്ല, കാരണം എല്ലാ ചേച്ചിമാരും നല്ല കിടു സാധനങ്ങളാണ്. സിനിമയെപ്പറ്റി പറയുവാണെങ്കിൽ റോമിലെ ചക്രവർത്തിയായി സ്ഥാനമേൽക്കുന്ന ഒരു പയ്യൻ കാണിക്കുന്ന ലീലാവിലാസങ്ങളാണ് ഈ ചിത്രത്തിലെ ഇതിവൃത്തം. 1979 ചിത്രീകരിച്ച പടമാണെങ്കിലും അതിൻ്റെ ഒരു കുറവും അണിയറ പ്രവർത്തകർ വരുത്തിയിട്ടില്ല. ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് 1991 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ പടമായ മെഡിറ്ററേനിയോ ആണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ഇറ്റാലിയൻ പട്ടാളക്കാർ ശത്രുവിൻ്റെ കപ്പൽ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു ഒഴിഞ്ഞ ദ്വീപിലേക്ക് പോവുകയുണ്ടായി. ശത്രുക്കൾ ആ ഇറ്റാലിയൻ പട്ടാളക്കാരുടെ കപ്പൽ നശിപ്പിക്കുകയും ചെയ്തു. ഇതോടുകൂടി ആ ഇറ്റാലിയൻ പട്ടാളക്കാർ ആ ദ്വീപിൽ ഒറ്റപ്പെടുകയായി. ഇത്രയും നാൾ അവർ വിശ്വസിച്ചിരുന്നത് ആ ദ്വീപിൽ ആരുമില്ലെന്നായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ദ്വീപിലെ പ്രദേശവാസികൾ ഓരോന്നായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പുറത്തുനിന്ന് ഒരു കൂട്ടം പട്ടാളക്കാർ വന്നതുകൊണ്ട് അവർ ശത്രുക്കളായിരിക്കുമോ എന്ന് കരുതിയാണ് അവർ പാത്തിരുന്നത്. തിരിച്ചു പോകാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ ആ പട്ടാളക്കാർ അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിലെ ഓരോ പെൺകുട്ടികളുമായി അവർ ബന്ധപ്പെടുവാനും തുടങ്ങി. പതിയെ പതിയെ അവരുടെ പഴയ ജീവിതം മറന്നു തുടങ്ങി. കുറച്ച് കളികളും കുറച്ച് സംഭവവികാസങ്ങളും പറയുന്നതാണ് ഈ ചിത്രം. ബാക്കിയുള്ള സിനിമകളെ പോലെ തന്നെ ഈ സിനിമയിലും ഒരാളുടെ മാത്രമല്ല പലരുടെയും നഗ്നതാ പ്രദർശനമുണ്ട്. അവർ ദ്വീപിലെത്തി പല പെൺകുട്ടികളുമായി നടത്തുന്ന കളികളാണ് മെയിൻ ഹൈലൈറ്റ്. അടുത്തത് 1998 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ പടമായ ഫ്രീവിയസ് ലോലയാണ്. ഈ സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ടിൻഡോ ബ്രാസ് ആണ്. അതുകൊണ്ട് ഈ സിനിമയിലെ കാഴ്ച നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അല്ലേ. അന്ന അമിറാറ്റി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ സിനിമയിലും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ലോല മസെട്ടോ
എന്നീ പേരുള്ള 2 കമിതാക്കൾക്കിടയിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. അതീവ കഴപ്പ് പിടിച്ച പെൺകുട്ടിയായിരുന്നു ലോല. അവളുടെ സെക്സ്വൽ എക്സ്പ്ലോറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ പറയാം. ലോലയ്ക്കിപ്പോൾ കളി വേണം. എന്നാൽ മസേട്ടോ ആവട്ടെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ കളി കൊടുക്കൂ. അതുകൊണ്ട് തന്നെ കളിക്ക് വേണ്ടി പലരെയും വശീകരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആയിട്ടാണ് ലോലേനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ച് ഇൻസിസ്റ്റ് രംഗങ്ങളും ഈ സിനിമ കാണിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ എല്ലാം കാണിച്ചുകൊണ്ട് എല്ലാവരെയും വശീകരിക്കുന്ന രീതിയിൽ സൈക്കിൾ ചവിട്ടുന്ന ലോലേനെ കാണിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അതേപോലുള്ള ചില വർണ്ണാഭമായ കാഴ്ചകളാണ് ടിൻഡോ ബ്രാസ് കാഴ്ചക്കാർക്ക് മുന്നിൽ എത്തിക്കുന്നത്. സിനിമയുടെ അവസാനം ലോലയുടെയും മസോട്ടോയുടെയും കല്യാണം കഴിയുന്നു. എന്നിട്ടും മതി വരാത്ത ലോല മറ്റു പലരുമായി പരിപാടികൾ നടത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.